ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് വരുന്നത്. ഇന്ന് നമുക്ക് 3 അപ്ഡേറ്റുകളുണ്ട്. ജനനായകന്റെ 2 അപ്ഡേറ്റ്, ലോകേഷ് കനകരാജിന്റെ റോളക്സ് മൂവിയെ കുറിച്ചുള്ള ഒഫീഷ്യൽ ടോക്ക്, പിന്നെ എൽസിയിലെ ബെൻസ് മൂവിയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്. എങ്കിൽ വേഗം തുടങ്ങാം. റെഡിയാണോ? ലെറ്റ്സ് ഡൈവ് ഇൻ. ആദ്യത്തെ അപ്ഡേറ്റ് ജനനായകൻ മൂവിൽ നിന്നാണ്. പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ, ജനനായകൻ ടീം ഇപ്പോൾ കൊടൈക്കനാലിലാണ് ഷൂട്ടിംഗ് നടത്തുന്നത്. മെയ് 2 മുതൽ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വിജയുടെ ക്യാരക്ടറിന്റെ ഓൾഡ് ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആണ് കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പടത്തിലും ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഉണ്ട് എന്ന് കൺഫേം ആണ്. അപ്പോൾ ഇതാണ് ഒരു കൊടൈക്കനാൽ ഷൂട്ട് നടക്കുന്ന അപ്ഡേറ്റ്. മറ്റൊരു ജനനായകൻ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇനി ഒരു സൂപ്പർ എക്സൈറ്റിംഗ് അപ്ഡേറ്റ് ആണെന്ന് പറയാം. ജനനായകൻ മൂവിയിൽ ഒരു റാപ്പ് സോങ് ഉണ്ട്. അത് പാടിയിരിക്കുന്നത് മലയാളി റാപ്പർ അനുമാൻ കൈൻഡ്. അനിരുദ്ധ രവിചന്ദ്രന്റെ മ്യൂസിക്കിൽ ഈ ഗാനം കിടിലനായിരിക്കുമെന്ന് അനുമാൻ കൈൻഡ് തന്നെ ഒഫീഷ്യലായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും വമ്പനായ ഒരു ഇംഗ്ലീഷ് റാപ്പ് സോങ് റെഡിയാണ്. ഈ സോങ് പടത്തിന്റെ ഐപ്പ് വരുത്താൻ സഹായിക്കുമെന്ന് തോന്നുന്നു. ഇതോടൊപ്പം മറ്റൊരു തമിഴ് റാപ്പ് സോങ്ങും ഉണ്ട് ജനനായകൻ സിനിമയിൽ. അത് പാടിയിരിക്കുന്നത് അസൽ കൊളാറാണ്. വിജയുടെ സിനിമയിൽ ഇംഗ്ലീഷ് റാപ്പ് കുറച്ച് ടൈം കഴിഞ്ഞ് വരുന്നത് ത്രില്ലിങ്ങിലാണ് ഫാൻസ്. എന്തായാലും ഇതൊരു വലിയ റെക്കോർഡ് ഇടാൻ പോകുന്ന സോങ്ങും ആയിരിക്കും. അതേപോലെ വമ്പൻ ഐപ്പിൽ വരുന്ന സോങ്ങുമാണ്. ഇത് അപ്ഡേറ്റ് ലോകേഷ് കനകരാജ് ഫാൻസിന് വേണ്ടി എൽസിയുടെ കിടിലൻ കഥാപാത്രമായ റോളക്സ് സൂര്യ അവതരിപ്പിച്ചത്. ഈ സിനിമ ഉണ്ടാകുമെന്ന് ഒരുപാട് നാളായി ഫാൻസ് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകേഷ് കനകരാജ് ഒരു റീസെന്റ് മീഡിയ ഇന്റർവ്യൂവിൽ റോളക്സ് മൂവിയെ കുറിച്ച് ഒഫീഷ്യലായി സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഉണ്ടാകുമെന്ന് ലോകേഷ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. തന്റെ ഐറ്റംസ് സൂര്യയുടെ കമ്മിറ്റ്മെന്റ്സും കഴിഞ്ഞാൽ തീർച്ചയായും നടക്കുമെന്ന് പറഞ്ഞു. സൂര്യക്ക് കംബാക്ക് വേണമെങ്കിൽ ഈ പണം വന്നേ തീരൂ. പക്ഷെ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ 2028 ആകുമെന്ന് തോന്നുന്നു. പിന്നെ ഇത് ടഫ് കൂടി ഒരു കാര്യം കൂടിയാണ്. കാരണം എൽസിയുവിന് കൊടുക്കുന്ന ബിൽഡപ്പ് അനുസരിച്ച്, എൽസിയുവിൽ റോളക്സ് എന്ന ക്യാരക്ടർ നോക്കുന്ന ബിൽഡപ്സ് അനുസരിച്ച് പടം വരണം. ഇസ്യുവിലൊക്കെ ജോക്കർ എന്ന ക്യാരക്ടറിന് സ്റ്റാൻഡ് ഓൺ മൂവ് ചെയ്തപ്പോൾ അവർ കൊടുത്ത ബിൽഡപ്പ് അനുസരിച്ച് ആ പടത്തിലെ ക്യാരക്ടർ വന്നു. ഇതുപോലെ ഇവിടെ ചെയ്തില്ലെങ്കിൽ പണിയാണ്. അടുത്തത് ബെൻസ് മൂവിയെ കുറിച്ചാണ്. ലോകേഷ് കനകരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം ഭാഗ്യരാജ് കണ്ണനെ സംവിധാനം ചെയ്യുന്നതാണ്. ലീഡ് റോളിൽ രാഘവ ലോറൻസുമാണ് എത്തുന്നത്. ബെൻസ് എൽസിയുവിന്റെ ഭാഗമാണെന്ന് ഒക്ടോബർ 2024 ഒഫീഷ്യലിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയ സെറ്റ് ബാക്ക്, ബെൻസ് മൂവിയുടെ ഷൂട്ടിംഗ് കുറച്ച് വൈകിയിരിക്കുകയാണ്. ലോകേഷ് കൂളി മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ കൂടെ ഓഗസ്റ്റ് 2025 റിലീസുമാണ് കൂളി. പിന്നെ ലോകേഷിന്റെ മറ്റു പ്രൊജക്റ്റുകൾ എന്നിവ കാരണം ബെൻസ് ഷൂട്ടിംഗ് കുറച്ച് ലേറ്റ് ആകുമെന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. എന്നാൽ ചിലവരെ പെട്ടെന്ന് തുടരുമെന്നും പറയുന്നുണ്ട്. ഈ പടം എൽസി ആണെന്ന് പലർക്കും അറിയാത്ത കാരണം ഒരു അപ്ഡേറ്റ് എങ്കിലും വിടണ്ടേ. DC ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ പടം ചെയ്യുന്നത്. അതിന്റെ പ്രതീക്ഷ ഈ പടത്തിലുണ്ട്. അപ്ഡേറ്റ്സ് കൊടുത്താലേ ഹൈപ്പാവുള്ളൂ. ഇതിന്റെ കോ പ്രൊഡ്യൂസർ വിജയുടെ മാനേജർ ആയതും വിജയ് ഫാൻസിന് റെഫറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഷൂട്ടിംഗ് ഡിലേ ആണ്. പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത വർഷം റിലീസാക്കാൻ പറ്റത്തുള്ളൂ. 1 ഡിലേ ആയിരിക്കുന്ന ഷൂട്ടിംഗ്. അപ്പോൾ ഇതിനെ കുറിച്ച് തോന്നുന്നു പറയാം. ഇതായിരുന്നു ഇന്നത്തെ മൂവി അപ്ഡേറ്റ്സ്. ജനനായകൻ ഷൂട്ടിംഗ്, റാപ്പ് സോങ്ങും, റോളക്സ് മൂവിയെ കുറിച്ചുള്ള ലോകേഷിന്റെ ഒഫീഷ്യൽ ടോക്ക്, ബെൻസ് മൂവിയുടെ ഷൂട്ടിംഗ് ഡിലേ എല്ലാം നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റിൽ പറയണേ. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അടിക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട്